World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. അവർ ചില എക്സിബിഷനിസം കാണിച്ചു, ഷോവിനിസം. കാരണം കുറച്ച് ഞങ്ങൾ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ആനുകൂല്യമെല്ലാം ഞങ്ങൾ കോട്ടായി റിട്ടേൺ ചെയ്യും എന്നൊക്കെയുള്ള ഒരു മധുര പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്നത്. ആ പ്രതീക്ഷയെല്ലാം മണ്ണടിഞ്ഞു എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്ത പ്രയത്നത്തിലുള്ള പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൽ പ്രവർത്തിക്കാത്ത ഒരു UDF പ്രവർത്തകൻ പോലുമില്ല. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ എന്നാലും വന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വമ്പിച്ച വിജയത്തിലേക്കാണ് UDF പോകുന്നത് എന്നുള്ളത് ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. കണക്കിലേക്കാണോ ഈ എക്സിറ്റ് പോൾ ചൂണ്ടിക്കാണിക്കുന്നത്? സ്വാഭാവികമായിട്ടും. കാരണം ഒരു ചാനൽ മാത്രമല്ലല്ലോ ഈ സർവേ നടത്തിയത്. കേരളത്തിൽ നടത്തിയ മുഴുവൻ സർവേകളും, ഈ ഇലക്ഷനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള മുഴുവൻ സർവേകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമില്ലേ UDF അധികാരത്തിലേക്കാണ് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എക്സിറ്റ് പോളിനകത്ത് യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്, ഇതിനേക്കാൾ അപ്പുറത്തേക്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് ജനവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ഈ ഗവൺമെൻറ് ഒരു സ്വപ്ന ലോകത്തായിരുന്നു. നാട്ടിലെന്താ നടക്കുന്നതെന്നതിനെക്കുറിച്ച് അവർ നോക്കിയിട്ടേയില്ല. അവരവരുടേതായ സാഹചര്യങ്ങൾ വെച്ച് ഒരു സ്വപ്നലോകത്തിരുന്ന് ഇതിനെ അസസ് ചെയ്തതാണ്. പക്ഷേ ജനങ്ങളുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാട്, അവരുടെ കണ്ണുനീര് അത് കാണുന്നതിന് ഒരു നിമിഷം പോലും ഈ സർക്കാരിന് പറ്റിയില്ല. അവർ ചില എക്സിബിഷനിസം കാണിച്ചു, ഷോവിനിസം. കാരണം കുറച്ച് ഞങ്ങൾ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ആനുകൂല്യമെല്ലാം ഞങ്ങൾ കോട്ടായി റിട്ടേൺ ചെയ്യും എന്നൊക്കെയുള്ള ഒരു മധുര പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുന്നത്. ആ പ്രതീക്ഷയെല്ലാം മണ്ണടിഞ്ഞു എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു ചർച്ചയേ ഇല്ലല്ലോ. ഇപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള ചർച്ചയാണ്. പോള് കഴിഞ്ഞു, എക്സിറ്റ് പോൾ റിസൾട്ട് വന്നു. ഇനി യഥാർത്ഥത്തിലുള്ള റിസൾട്ട് കൂടി വരണം. അത് കഴിഞ്ഞെങ്കിലേ മൂന്നാമത്തെ ഘടകത്തിലോട്ട് കടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തുറക്കാത്ത പറ്റിയെക്കുറിച്ച് എന്തിനാണ് നമ്മളീ പറയുന്നത്? അത് നമ്മൾ ഘട്ടം ഘട്ടമായി ഓരോ രംഗത്തും ജനങ്ങളുടെ പരിപൂർണമായ വിശ്വാസത്തോടു കൂടി അവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായിട്ട് UDFനെ പിന്തുണച്ചു എന്നാണോ ഈ എക്സിറ്റ് പോൾ കണക്ക് പറയുന്നത്, പ്രത്യേകിച്ച് കോട്ടയത്ത്? ന്യൂനപക്ഷം എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ നമ്മളെ പൂർണ്ണമായി പിന്തുണച്ചു. ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കും. കാരണം ന്യൂനപക്ഷ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ UDFന് കഴിഞ്ഞിട്ടുള്ളതുപോലെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗത്തിൽ ഞങ്ങൾ വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൽ ഞങ്ങൾ അതുപോലെ തന്നെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നു, UDFനോടൊപ്പം നിന്നു. ആ റിസൾട്ട് വമ്പിച്ച റിസൾട്ടായി മാറുകയും ചെയ്യണം. തമിഴ്നാട്ടിലൊക്കെ ഭരണ തുടർച്ച പറയുന്നുണ്ട്. പക്ഷെ ബംഗാളിലെ ഒരു NDAക്ക് ഒരു മുന്നേറ്റമുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ എക്സിറ്റ് പോൾ ഫലത്തെ എങ്ങനെയാണ്? നമുക്ക് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് സംസാരിക്കാം. കേരളത്തിൻ്റെ എന്നോടിപ്പോൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് കേരളത്തിലെ ഇലക്ഷനെക്കുറിച്ചും അതിനുശേഷമുള്ള എക്സിറ്റ് പോളിനെ കുറിച്ചാണ്. ബാക്കിയുള്ളത് പറയാം, പക്ഷേ അത് വിശകലനം ചെയ്തിട്ട് പറയണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആസ്പെക്ട്സും നമ്മൾ വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തതിന് ശേഷം നമുക്കൊരു ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ മുഴുകി നിൽക്കുകയല്ലേ. കണ്ണും പൂട്ടി ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിഗമനങ്ങൾ പറയാൻ കഴിയും. കാരണം ഞങ്ങൾ അതിനകത്ത് പരിപൂർണമായി മുഴുകി നിൽക്കുകയാണ്. മറ്റത് ഞങ്ങൾ പഠിച്ചതിന് ശേഷം പറയും. അതൊക്കെ ഇപ്പോഴല്ലല്ലോ പറയുന്നത്. ഇപ്പം അതിൻ്റെ ഒരു സന്ദർഭത്തിലോട്ട് എത്തിയിട്ടില്ലല്ലോ. നമുക്കിപ്പോൾ വേണ്ടത് എന്താ? ഈ ഗവൺമെൻറ് നമ്മളുടെ കാണിച്ച ദ്രോഹ പ്രവർത്തനത്തിന് ജനങ്ങൾ പ്രതികാരം കൊടുത്തു. ആ മധുര പ്രതികാരത്തിൽ നമുക്കെല്ലാവർക്കും കൂടി ആഹ്ലാദിക്കാം. അത് നിങ്ങളും ചേരണം. നിങ്ങളുടെ പങ്കും വലുതാണ്.